ചോദിച്ചോ. ആര് പറഞ്ഞു? ആരാ പറഞ്ഞത്? അല്ല, ആരാ പറഞ്ഞത് അങ്ങനെ? ആരെങ്കിലും രാജിവെക്കുമെന്നും പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. നിങ്ങൾ കേരളത്തിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ട് ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്രയും കാർക്കശ്യത്തോടു കൂടിയും ഇത്രയും നിശ്ചയദാർഢ്യത്തോടു കൂടിയും ഒരു തീരുമാനമെടുക്കുന്നത്. KPCC പ്രസിഡന്റ് നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു കംപ്ലൈൻറ്റ് ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങളുടെ കയ്യിലൊരു പരാതിയില്ല, ഒരു തെളിവുകളും ഞങ്ങൾക്ക് ആർക്കും തന്നിട്ടില്ല. എന്നിട്ടും 24 മണിക്കൂറിനകം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെച്ചു. അതിനുശേഷം പാർട്ടി ഗൗരവതരമായി ആ കാര്യം പരിശോധിച്ചു, മുഴുവൻ നേതാക്കളുമായി ആശയവിനിമയം നടത്തി. എന്നിട്ട് ഞങ്ങൾ പാർട്ടിയിൽ നിന്നും, പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താൻ തീരുമാനിച്ചു. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇത്തരം തീരുമാനം കേരളത്തിൽ എടുത്തിട്ടുണ്ടോ? റേപ്പ്, ഇപ്പോൾ ഞങ്ങളെ ആക്രമിക്കുന്നവർ, ഞങ്ങളെ കളിയാക്കുന്നവർ, ഇപ്പോൾ മന്ത്രി MP രാജേഷിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടു, ഇത് ഭയങ്കര കോംപ്രമൈസായി പോയെന്ന്. ഒരു റേപ്പ് കേസിലെ പ്രതി കൈപൊക്കിയിട്ടാണ് അദ്ദേഹം മന്ത്രിയായിട്ട് അവിടെ ഇരിക്കുന്നത് നിയമസഭയിൽ. സ്വയം ഒരു ഉളുപ്പ് വേണ്ട. ഒരു റേപ്പ് കേസിലെ പ്രതി MLA ആയിട്ടിരിക്കുകയാണ് CPM. ഞാൻ പേരൊന്നും പറയില്ല ആരുടെ. ഞങ്ങളതാണ് ചെയ്തത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, CPM ഒരു നടപടി എടുത്തില്ല. BJP പോക്സോ കേസിലെ പ്രതി ഹൈക്കമ്മിറ്റിയിലാണ്, ഏറ്റവും കൂടുതൽ. ഞങ്ങൾക്ക് അതൊക്കെ ചൂണ്ടിക്കാണിക്കാം. ആരും ഒരു നടപടി എടുത്തിട്ടില്ല. ഇഷ്ടംപോലെ പേരുടെ പേര് ഞങ്ങൾക്ക് CPM നിന്ന് തന്നെ പറയാമല്ലോ. ഞങ്ങൾ അവരാരെങ്കിലും പേര് പറഞ്ഞു, അവർക്കെതിരെ ഒന്നും ഒരു നടപടി എടുത്തിട്ടില്ല, ഒരു നടപടി. അതെല്ലാം പറഞ്ഞ് ഞങ്ങൾക്കും ഉഴപ്പായിരുന്നല്ലോ. ഞങ്ങൾ ആദ്യം തന്നെ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റി, പിന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് അതിൽ നിന്ന് ഞങ്ങൾ മാറ്റി നിർത്തി. അതെന്തുകൊണ്ടാണ്? സ്ത്രീകളോടുള്ള ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ബഹുമാനവും ആദരവുമാണ്. അവരുടെ ആത്മാഭിമാനത്തിന് മുറിവേറ്റെന്ന് ഞങ്ങൾക്ക് തോന്നിയപ്പോൾ ഞങ്ങളുടെ പാർട്ടി ചെയ്താണ്. ഞാനൊരു 3 ദിവസം മുമ്പ് നിങ്ങളോട് പറഞ്ഞു, വേറെ ഒരു പാർട്ടിയിലും പോലെ അല്ല കോൺഗ്രസ് എന്ന് ഞങ്ങൾ ഇക്കാര്യത്തിൽ തെളിയിക്കും, നിങ്ങളെ കൊണ്ട് പറയിക്കും എന്ന് ഞാൻ പറഞ്ഞു. വേറെ ഒരു പാർട്ടിയെ പോലെ അല്ല കോൺഗ്രസ് ഇക്കാര്യത്തിൽ തെളിവെടുത്തത്. ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെയാണ് ഞങ്ങൾ ഈ നടപടിയെടുത്തത്. ഞങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള, ഏറ്റവും ബന്ധമുള്ള, പാർട്ടിയുടെ മുൻനിരയിൽ നിൽക്കുന്ന ഒരാളെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ ഒരു ശ്രമവും ഞങ്ങൾ നടത്താതെ, ഒരു പരാതിയും ഇല്ലാതെ സ്ത്രീയുടെ അഭിമാനം കാത്തുരക്ഷിക്കാനാണ് കോൺഗ്രസ് ഈ തീരുമാനമെടുത്തത്. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും, ഒരു സംശയം വേണ്ട. അല്ല, ഞാൻ പറഞ്ഞത് ബാക്കിയുള്ള കേസിൽ FIR രജിസ്റ്റർ ചെയ്തിട്ട് പോലും അവിടെ തന്നെ ഇരിക്കല്ലേ ആളുകൾ. അതല്ല, ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ അവരുടെ പാർട്ടിയിൽപ്പെട്ട, ഞാൻ എന്നെ കൊണ്ട് പേര് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ താങ്കൾ ശ്രമിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസ് തൊട്ട് ഇരിക്കുന്നില്ലേ? നിങ്ങൾ അതൊന്ന് ചോദിക്കും. നിങ്ങളെല്ലാവരും ചോദിക്കും. നിങ്ങൾക്ക് എന്നോട് ഈ ചോദിക്കുന്നത് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് നിങ്ങൾ ചോദിക്കില്ല. നിങ്ങൾ ആരോടും ചോദിക്കില്ല. ഇപ്പോൾ CPMന്റെ മഹിളാ നേതാക്കൾ എല്ലാവരും വന്ന് പറഞ്ഞല്ലോ ഇദ്ദേഹം രാജിവെക്കണമെന്ന്. അവരാരും കേൾക്ക്, ഞാൻ പറയണ കേൾക്ക്, ഞാനല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ പറഞ്ഞിട്ട് ചോദിക്കാം. അവരെല്ലാവരും ഈ CPM നേതാക്കൾ ഇത്രമാത്രം ആളുകൾ, ഒരാളല്ല, 2 ആളല്ല, 3 ആളല്ല, 4 ആളല്ല, അതിനേക്കാൾ കൂടുതൽ ആളുകൾ CPMൽ ഒരു നടപടിയെടുക്കാതെ, ഒരു നോട്ടീസ് പോലും പാർട്ടി കൊടുക്കാതെ അവരവിടെ ഇരിക്കുമ്പോൾ ഇത്രയും ധീരമായ തീരുമാനം ഒരു പാർട്ടി എടുത്തെങ്കിൽ അതാണ് കേരളത്തിലെ കോൺഗ്രസ്. അത് അടയാളപ്പെടുത്തിയ അത് അവരുടെ അഭിപ്രായം പറഞ്ഞു. ഞങ്ങൾ എല്ലാവരുമായിട്ട് ആലോചിച്ച് പ്രായോഗികമായ തീരുമാനമെടുത്തു. അതൊക്കെ കേരളത്തിൽ ഈ CPM ആണ് ഈ സ്ത്രീകളെ സൈബർ അറ്റാക്ക് ചെയ്ത് തുടങ്ങിയത്, ഒരു കൾച്ചർ ഉണ്ടാക്കി വെച്ചത്. ഞാനെന്താ കഴിഞ്ഞ ദിവസം പറഞ്ഞത്? ഒരു സ്ത്രീ പോലും സൈബർ ഇടത്തിൽ ആക്രമിക്കപ്പെടരുത്, ഒരു പരാതി കൊടുക്കുന്ന സ്ത്രീ പോലും ആക്രമിക്കപ്പെടരുത്. അത് തെറ്റാണ്. അതൊരു തരത്തിലുള്ള മനോരോഗമാണ് സ്ത്രീകളെ ഈ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുന്നത്. നിങ്ങളെ മാധ്യമപ്രവർത്തകരെ, സ്ത്രീകളെ എത്ര പേരെ CPM ആക്രമിച്ചു?
അന്നൊന്നും ഈ ചോദ്യത്തിന്റെ ആവേശം ഞാൻ കണ്ടില്ലല്ലോ. അന്നൊന്നും ഞാൻ കണ്ടില്ലല്ലോ. കോൺഗ്രസിന്റെ വനിതാ നേതാവിനെ ഉൾപ്പെടെ ഇപ്പോൾ പൊതുയിടങ്ങളിൽ സൈബർ ഇടങ്ങളിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തെറ്റാണ്. ആരെയും ആക്രമിക്കാൻ പാടില്ല. സൈബർ ഇടങ്ങളിൽ സ്ത്രീകളെ ആക്രമിക്കുന്നത് ഒരു തരത്തിലുള്ള മനോരോഗമാണ്. അത് അവസാനിപ്പിക്കണം. 2 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞതാണ്, കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഞങ്ങൾക്ക് നല്ല നിലപാടുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. നല്ല നിലപാട്. ഇതൊക്കെ ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞതാണ്. പല പ്രാവശ്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. ഇതെല്ലാം വ്യക്തമാക്കിയതാണ്. ഇനി അതിട്ട് ചുരണ്ടണ്ട. ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ഒരാൾ തന്നെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കല്ലേ. ചോദ്യത്തിന് ഉത്തരം പല പ്രാവശ്യം കൃത്യമായിട്ടും നിങ്ങൾ തന്നെ നിങ്ങൾ 10 പേരോട് ചോദിക്കണം. നിങ്ങൾ ഇന്നും പുറത്താക്കിയിട്ടില്ല, ഞങ്ങൾ മാറ്റി നിർത്തിയിരിക്കും. അല്ല, അതല്ല അതിന്റെ നടപടിക്രമം അനുസരിച്ച്. നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന തരത്തിലേക്ക് അല്ല, അത് ഞങ്ങൾ അതിന്റെ നടപടിക്രമങ്ങൾ പരിശോധിച്ച് തീരുമാനിക്കും. മനസ്സിലായതുകൊണ്ടാണ് ഈ നടപടികളുള്ളത്. ഈ നിലവിൽ ഇത്രയും നടപടികൾ എടുക്കുമ്പോൾ പ്രാഥമികമായെങ്കിലും ഒരു പാർട്ടിയുടെ അന്വേഷണം വേണ്ടേ? ഇപ്പൊ അങ്ങനെയാ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ഈ വിഷയം പരിശോധിച്ചു. ഒരു പാർട്ടിക്ക്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ തീരുമാനം കേരള രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കാത്ത ധീരതയോടുകൂടിയ ഒരു തീരുമാനം കോൺഗ്രസ് എടുത്ത് പോയി. ഇപ്പോ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി അഭിനന്ദിച്ചുകൊണ്ട് രാജിവെക്കും എന്ന് ആര് പറഞ്ഞു എന്നാണ് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കാത്ത നിലപാടാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത്. ഉമാ തോമസ് MLA അടക്കമുള്ളവർ പറഞ്ഞത് അവരുടെ നിലപാടാണ്. അവരെ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുന്നത് ഒട്ടും ശരിയല്ല, അത് താൻ നേരത്തെ പറഞ്ഞ നിലപാടാണ് എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും സൈബർ ഇടങ്ങളിൽ സ്ത്രീകളെ ആക്രമിക്കുന്നത് അംഗീകരിക്കുന്നില്ല എന്ന അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് എന്നും സ്ത്രീകൾക്കൊപ്പമാണ് എന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ MLA സ്ഥാനം എന്തുകൊണ്ട് രാജിവെച്ചില്ല എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. അങ്ങനെ തങ്ങൾ പറഞ്ഞതേ ഇല്ലല്ലോ. പാർട്ടിയുടെ ധീരമായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. മുമ്പ് ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാത്ത ഒരു തീരുമാനം ഇങ്ങനെ ഒരു വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചു. അത് മാതൃകാപരം എന്നാണ് ഇപ്പോൾ വി.ഡി. സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ബിനിൽ ലീല സാബു ചേരുന്നു വിവരങ്ങളുമായി. ബിനിൽ, മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് ഒരു അമർഷത്തോടെയുള്ള ഒരു പ്രതികരണമാണ് ഏതായാലും വി.ഡി. സതീശന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. കൂടുതൽ ചോദ്യങ്ങൾ അദ്ദേഹം അനുവദിച്ചുമില്ല, പക്ഷേ പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് ബിനിൽ? ആവശ്യപ്പെടില്ല എന്ന ഒരു സൂചന തന്നെയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അത് ഗുണകരമായിരിക്കില്ല. അതുകൊണ്ട് അത്തരത്തിൽ രാജിയിലേക്ക് ആര് പറഞ്ഞു രാജിവെക്കുമെന്ന് എന്ന ഒരു മറു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ മാതൃകാപരമായ ഒരു നിലപാടാണ് പാർട്ടി എടുത്തിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പ്രത്യേകിച്ച് ഈ ആരോപണം വന്നു, അവിടെ പാർട്ടിക്ക് കൃത്യമായ ഒരു പരാതി ലഭിച്ചിട്ടില്ല. എന്നിട്ട് പോലും സ്ത്രീകളുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന നിലപാട്, അത്തരമൊരു സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. ഇത് മാതൃകാപരമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്ന, എതിർക്കുന്ന അല്ലെങ്കിൽ പരിഹരിക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, സംഘടനകൾ, അവർ ഈ സമാനമായ ആരോപണം അവർക്കൊക്കെ നേരിട്ടപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രതികരണമോ അല്ലെങ്കിൽ ഒരു നടപടിയോ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. അത് മാതൃകാപരമായ നടപടി എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ പല ചോദ്യങ്ങളോടും അദ്ദേഹം പ്രതികരിച്ചില്ല. എന്തായാലും ആ പാർട്ടി അന്വേഷിക്കുമോ എന്ന് ആവർത്തി ചോദിച്ചിരുന്നു. പക്ഷേ അതിൽ വ്യക്തമായ ഒരു മറുപടി അദ്ദേഹം പറഞ്ഞില്ല. എന്തായാലും രാജിയില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം. ലക്ഷ്മി, രാജിയുടെ കാര്യത്തിൽ രാജിവെക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കാര്യം തന്നെയാണ് വി.ഡി. സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ രാജിയുടെ കാര്യം നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ആരും ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന മറുചോദ്യം കൊണ്ടാണ് വി.ഡി. സതീശൻ മാധ്യമങ്ങളെ നേരിട്ടത്.
രാഹുലിനെ പുറത്താക്കിയിട്ടില്ല, മാറ്റി നിർത്തുകയായിരുന്നു എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് സസ്പെൻഷൻ മാത്രമാണ് എന്ന കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ്. മാതൃകാപരമായ നടപടിയാണ്. മുമ്പൊരു രാഷ്ട്രീയ പാർട്ടിയും ഇങ്ങനെ ഒരു വിഷയത്തിൽ സ്വീകരിക്കാത്ത നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് വി ഡി സതീശൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.